ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരിക്കുകയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സ്വപ്ന പദ്ധതിയായി തുടങ്ങിയ ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റാണ് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ മേഖല സമ്പൂർണ്ണമായി വെന്റിലേറ്ററിലായിരിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളത് അതിശയോക്തിയില്ലാത്ത വസ്തുതയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിലും സമാനമായ സ്ഥിതിയാണ്. സകലമാന ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്ന് ലഭിക്കുന്നില്ല, ചികിത്സ ലഭിക്കുന്നില്ല. കഷ്ടപ്പാടും ദുരിതമല്ലാതെ ഒരാൾക്കൊന്നും പറയാനുമില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് യാതൊന്നും ചെയ്യാതെ, ഒരു ചികിത്സയും ലഭ്യമാക്കാതെ കേവലം ഒരു റഫറൽ ആശുപത്രി പോലെയാക്കി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയായി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി അട്ടിമറിച്ചതിന്റെ ക്രെഡിറ്റാണ് ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളത്. ഏതെങ്കിലും ഒരു ചെറിയ ആവശ്യമായിട്ട് പോലും, എന്തിനേറെ പറയുന്നു, ഒരു ഓർത്തോ സംവിധാനം പോലും, എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റർ ഇടേണ്ട രീതിയിൽ പോലുമുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ സംഭവം അത് അങ്ങേയറ്റം വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ആശുപത്രികളിലും വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കാത്തത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്. ഇടുക്കി ജില്ലയിലും ആ തരത്തിൽ തന്നെയുള്ള